എറണാകുളം പാരിയത്തുകാവിലെ ദളിത് കുടുംബങ്ങൾക്ക് നേരെ അതിക്രൂര പോലീസ് മർദ്ദനം. നടന്നത് ദളിത് വേട്ടയെന്ന വിമർശനം ശക്തം. പിണറായി സർക്കാർ പിന്തുണ നൽകിയ പാരിയത്തുകാവ് നിവാസികളെ ഭരണമാറ്റത്തിന് ശേഷം കുടിയൊഴിപ്പിക്കാൻ ആസൂത്രിത നീക്കം. ദളിത് ജനവിഭാഗങ്ങൾക്ക് പിന്തുണയേകി ഇടതുമുന്നണി രംഗത്ത്. പാരിയത്തുകാവ് കിടപ്പാട സംരക്ഷണ സമരം സതീശൻ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുന്നു. അടിത്തട്ടിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ പ്രതിജ്ഞാബദ്ധമാണ് തന്റെ സർക്കാർ എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചതിന് തൊട്ടുപിറകെ അരങ്ങേറിയ ദളിത് വേട്ട പുതിയ സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. എറണാകുളത്തെ പാരിയത്തുകാവിലെ ദളിത് കുടുംബങ്ങളെ ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമമാണിവിടെ നടന്നത്. 100 വർഷമായി അവിടെ താമസിക്കുന്നവരെ പടിയിറക്കാനുള്ള നീക്കമാണിവിടെ നടക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റൊരു വ്യക്തി ആധാരമുണ്ടാക്കി അവകാശവാദമുന്നയിച്ച് നിയമ പോരാട്ടം നടത്തുകയായിരുന്നു. കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയ വ്യക്തി കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും LDF സർക്കാർ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ തടയുകയായിരുന്നു. ദളിത് കുടുംബങ്ങൾക്ക് ഒപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു പിണറായി സർക്കാർ. ആ തീരുമാനമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടത്. വി.ഡി. സതീശൻ സർക്കാർ ഭരണമേറ്റ് ദിവസങ്ങൾക്കിടയിലാണ് പാരിയത്തുകാവിൽ ദളിത് വിഭാഗങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടന്നത്. സ്വകാര്യ വ്യക്തിക്ക് അനുകൂല നിലപാട് കൈക്കൊണ്ട പോലീസ് ആകട്ടെ പ്രതിഷേധമുയർത്തിയ ദളിത് കുടുംബാംഗങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതിനെതിരെ CPM അതിശക്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ MLA-മാരായ PV ശ്രീനിജനും MP രാജേഷും പാരിയത്തുകാവിൽ നടന്ന ദളിത് വേട്ടയ്ക്കെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. കോടതി ഉത്തരവിന്റെ മറവിൽ 14 തവണ പോലീസ് ഇവിടെ കുടിയൊഴിപ്പിക്കാൻ വന്നുവെങ്കിലും ഇടതുമുന്നണി സർക്കാർ അത് അനുവദിച്ചില്ലെന്നും ഇവിടെ UDF സർക്കാർ അധികാരമേറ്റ ദിവസങ്ങൾക്കകം പോലീസ് രാജ് അരങ്ങേറി ദളിത് വേട്ട നടത്തുകയായിരുന്നുവെന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സതീശൻ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുൻ മന്ത്രി MP രാജേഷ് ഉയർത്തിയിട്ടുള്ളത്. അശരണരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും കൂട്ടനിലവിളികൾ കേട്ടാണ് ഭരണമാറ്റത്തിന്റെ പുതുയുഗം ആരംഭിക്കുന്നത്. നിയമത്തിന്റെ ഹൃദയശൂന്യമായ സാങ്കേതികത്വത്തിനുപരിയായി നീതിയുടെ മാനുഷിക പരിഗണനയുള്ള ഒരു സർക്കാർ മുൻപ് ഈ പ്രശ്നം കൈകാര്യം ചെയ്തതിന്റെ പാഠം ഉൾക്കൊള്ളാൻ UDF സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ 10 വർഷത്തെ അധികാര വരൾച്ചയ്ക്ക് ശേഷം ഭരണം പിടിച്ചതിന്റെ രാഷ്ട്രീയ വെറി പാവപ്പെട്ടവരോട് തീർക്കുകയല്ല. മുൻകാലങ്ങളിലെല്ലാം അവരെ നിരനിരയായി കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവർക്കൊപ്പം ഉറച്ചുനിന്ന് ചെറുത്തത് ഇടതുപക്ഷമാണ്. ഇനിയും ആ മനുഷ്യർക്കൊപ്പം ഇടതുപക്ഷമുണ്ടാകും. അവരെ പോലെ അനീതി നേരിടുന്നവർക്കെല്ലാം ഒപ്പം തെരുവിലും സമരമുഖത്തും ഇടതുപക്ഷമുണ്ടാകുമെന്നും MP രാജേഷ് പറഞ്ഞു. 60 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഭൂമി തർക്കമാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത്. ആകെയുള്ള 19.3 ഏക്കർ പുറമ്പോക്ക് ഭൂമിയിൽ മലയിടം തുരുത്ത് ഉന്നതി സ്ഥിതി ചെയ്യുന്ന 2.65 ഏക്കർ ഭൂമിയെ ചൊല്ലിയായിരുന്നു തർക്കം. സർക്കാർ ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തി സ്വന്തമാക്കുകയായിരുന്നു എന്നാണ് ദളിത് കുടുംബാംഗങ്ങളുടെ ആരോപണം. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നിരുന്ന ദളിത് കുടുംബാംഗങ്ങൾക്ക് വേണ്ട വിധത്തിൽ നിയമ പോരാട്ടം നടത്താൻ കഴിഞ്ഞില്ല. അതോടെ കോടതി ഉത്തരവ് സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. 2023 സെപ്റ്റംബറിൽ കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ അഭിഭാഷക കമ്മീഷൻ എത്തിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങിയിരുന്നു. ഇത്തരത്തിൽ പിന്നീടുള്ള 14 തവണയും ഒഴിപ്പിക്കൽ നീക്കം നടന്നുവെങ്കിലും പിണറായി സർക്കാർ കർക്കശ നിലപാട് കൈക്കൊണ്ടതിനാൽ അവർക്ക് കിടപ്പാടം നഷ്ടമായില്ല. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം അഭിഭാഷക കമ്മീഷൻ പോലീസുമായി വീണ്ടുമെത്തി ഒഴിപ്പിക്കൽ ആരംഭിക്കുകയും തുടർന്ന് സംഘർഷമുണ്ടാവുകയും ചെയ്തു. കുടിയിറക്കലിനെ ചെറുത്ത ദളിത് കുടുംബാംഗങ്ങൾക്ക് നേരെ വലിയ പോലീസ് മർദ്ദനമാണ് ഉണ്ടായത്. അതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടമാകുമെന്നതിനാൽ പോലീസ് മർദ്ദനം ഇനി ഉണ്ടാകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അത് മുഖവിലക്കെടുക്കാൻ കുടിയിറക്ക ഭീഷണി നേരിടുന്ന ദളിത് കുടുംബാംഗങ്ങൾ തയ്യാറായിട്ടില്ല.